ഹായ് ഓൾ. എല്ലാവരും ഈ മഴക്കാലം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? പക്ഷേ ഇത് ആസ്വദിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളുടെ ആരോഗ്യം. ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ പലതരത്തിലുള്ള അസുഖങ്ങൾ ഈ മഴക്കാലത്ത് ഉണ്ടാവാറുണ്ട്. അതിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ഒന്നാണ് അവരുടെ യോനിയിലും അതിനു ചുറ്റുമുണ്ടാകുന്ന അസഹനീയമായിട്ടുള്ള ചൊറിച്ചിൽ. പല അണുബാധകളും ഈ യോനിയിൽ ഉണ്ടാവാറുണ്ട്. പല കാലാവസ്ഥയിലാണെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാറുണ്ട്. പക്ഷേ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒന്നെന്ന് വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷനാണ്. ഇത് പലർക്കും പുറത്തു പറയാൻ തന്നെ മടിയാണ്. ചിലർക്ക് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കാണിക്കാനും മടിയാണ്. അപ്പം ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എഫക്റ്റീവായിട്ടുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസഹനീയമായിട്ടുള്ള ചൊറിച്ചിൽ, അതായത് ചൊറിച്ചിൽ എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാനോ അല്ലെങ്കിൽ അവരുടെ ഡെയിലി റുട്ടീൻ ചെയ്യാനോ ഒന്നും പറ്റില്ല. അത്രമാത്രം ചൊറിച്ചിലുണ്ടാവും. പിന്നെ ഡിസ്ചാർജ് ഉണ്ടാവും. ചിലർക്ക് ഡിസ്ചാർജ് ഉണ്ടാവും, ചിലർക്ക് അത് ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാവുന്നത് ഇറിറ്റേഷനാണ്. അതായത് ഈ ചൊറിച്ചിൽ മൂലം ഉണ്ടാവുന്ന ഇറിറ്റേഷൻസും ഇതിൻ്റെ ഒരു സിംറ്റമാണ്. അപ്പം ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് എഫക്റ്റീവ് ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തത്, നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ എപ്പോഴും നമ്മൾ ആ ഭാഗം ക്ലീൻ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കാനും ശ്രദ്ധിക്കുക. ഒരു ദിവസം 2 നേരമെങ്കിലും നമ്മൾ മൈൽഡ് സോപ്പ്, ഒരിക്കലും നമ്മൾ ഹാർഡ് സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ യോനിയിൽ ഉണ്ടാവുന്ന അവിടെ ഒരു pH വാല്യൂ ഉണ്ട്. അപ്പോൾ അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മൈൽഡ് സോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു വെജൈനൽ വാഷോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് 2 തവണയെങ്കിലും അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ അവിടെ എപ്പോഴും നമ്മൾ ഡ്രൈ ആക്കി വെക്കണം. കാരണം മഴക്കാലത്ത് എപ്പോഴും അവിടെ ഈർപ്പം ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ അവിടെ എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കുക. നമ്മൾ എന്തെങ്കിലും ടിഷ്യൂസോ അല്ലെങ്കിൽ സോഫ്റ്റ് കോട്ടൺ ക്ലോത്തോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് എപ്പോഴും അവിടെ ഡ്രൈ ആക്കിയിട്ട് വെക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും അവിടെ വാഷ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വാഷ് ചെയ്യാൻ പാടില്ല. കാരണം ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പം നമ്മൾ ബാക്കിൽ ഉണ്ടാവുന്ന മലദ്വാരത്തിൽ ഉണ്ടാവുന്ന അണുക്കൾ ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നുള്ളത്, നമ്മൾ പങ്കാളിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ അവിടെ ക്ലീൻ ചെയ്യാതെ കിടന്നുറങ്ങാൻ പാടില്ല. അത് പലർക്കും മടിയാണ്. കാരണം നമ്മളെല്ലാവരും ടയേർഡായി പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് പലർക്കും മടിയുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും നമ്മളത് മടിച്ച് നിൽക്കാൻ വേണ്ടി പാടില്ല. എപ്പോഴും അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം മാത്രം ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഉള്ളത് അവിടെ ഉണ്ടാകുന്ന പ്യൂബിക് ഹെയർസ് ആണ്. പ്യൂബിക് ഹെയർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് രോമമാണെങ്കിലും അതൊക്കെ നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സ്പെഷ്യലി പ്യൂബിക് ഹെയർസ് പലരും അത് കംപ്ലീറ്റ്ലി ഷേവ് ചെയ്ത് കളയാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ്ലി ഷേവ് ചെയ്യാൻ വേണ്ടി പാടില്ല. ജസ്റ്റ് ട്രിം ചെയ്യാൻ വേണ്ടി മാത്രമേ പാടുള്ളൂ. കാരണം കംപ്ലീറ്റ്ലി ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻസിൻ്റെ സ്പ്രെഡിങ്ങിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസ്, അതെപ്പോഴും നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടുള്ള പാൻറ്റീസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആ ഭാഗത്തുണ്ടാകുന്ന എയർ ഫ്ലോ പൊതുവെ വളരെ കുറവാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ വെറ്റായിട്ടുള്ള, നമ്മളിപ്പോൾ മഴക്കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഒരിക്കലും വെറ്റായിട്ടുള്ള പാൻറ്റീസോ അല്ലെങ്കിൽ വെറ്റായിട്ടുള്ള ക്ലോത്ത്സോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കുറച്ച് എയർ ഫ്ലോ ഉണ്ടാവുന്ന ടൈപ്പിലുള്ള, ഇപ്പം ലിനൻ, സോഫ്റ്റ് കോട്ടണിൻ്റെയൊക്കെ പാൻറ്റീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കാം. പിന്നെ ഉള്ളത് മെൻസ്ട്രൽ ഹൈജീൻ. മെൻസ്ട്രൽ ഹൈജീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് മഴക്കാലത്ത് മാത്രമല്ല എപ്പോഴും വേണ്ട ഒന്നാണ്. കാരണം അണുബാധക്കുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ മെൻസ്ട്രേഷൻ്റെ ടൈമിൽ. അപ്പം എക്സ്പെഷ്യലി നമ്മൾ മഴക്കാലത്തേക്ക് വരികയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പം നാപ്കിൻസൊക്കെ അലർജി ഉണ്ടാവും. അപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് കോട്ടൺ ക്ലോത്ത്സ് ആയിരിക്കും. അപ്പം അതാണെങ്കിലും നമ്മൾ വെയിലത്തിട്ട് നന്നായി ഡ്രൈ ആക്കിയതിന് ശേഷമുള്ള ക്ലോത്ത്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നാപ്കിൻസ് ആണെങ്കിലും നമ്മൾ ഒരു മിനിമം 4 hours കഴിയുമ്പോഴേക്കും അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ടാമ്പോൺസോ അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പോ ആണെങ്കിലും അതിനനുസരിച്ചിട്ട് ഒരു 3 to 4 hours ആകുമ്പോൾ തന്നെ അതൊന്ന് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും മടിച്ച് നിൽക്കാൻ വേണ്ടി പാടില്ല. ചില ആൾക്കാർ രാവിലെ വെച്ചത് വൈകുന്നേരം വരെ അത് തന്നെ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിനൊക്കെ പറഞ്ഞാൽ അതും ഇൻഫെക്ഷനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോഴാണ് നമ്മളെ ഡയറ്റ്. അപ്പം പലരും ചിന്തിക്കും നമ്മളെ ഡയറ്റും നമ്മളെ ഈ ഒരു യോനിയുടെ ഹെൽത്തും തമ്മിലുള്ള അതിൻ്റെ റിലേഷൻ എന്താണെന്നുള്ളത്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഡയറ്റ് നമ്മൾ വെയിറ്റ് ലോസോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനോ വേണ്ടി മാത്രമുള്ളതല്ല. അത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഭാഗത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഡയറ്റ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഡയറ്റിൽ കൂടുതൽ പ്രോബയോട്ടിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ലൈക്ക് ഇപ്പം കേർഡ്, യോഗട്ട്, ബട്ടർ മിൽക്ക്, പിന്നെ കോക്കനട്ട് വാട്ടർ നല്ലതാണ്.
പിന്നെ അതേപോലെ തന്നെ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മഴക്കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സേ നോ ടു റെഫ്രിജറേറ്റഡ് ഫുഡ്സ്. നമ്മൾ അധികം തണുപ്പിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കാതെ അപ്പം പ്രിപ്പയർ ചെയ്യുന്ന എന്ത് ഫുഡാണോ അത് നമ്മൾ ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ പ്രോബയോട്ടിക്സ് കൂടുതൽ എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ pH ലെവൽ എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ പറഞ്ഞ സിംറ്റംസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മെഡിക്കൽ മാനേജ്മെൻറ്റ് പ്ലസ് ഈ പറഞ്ഞ ജനറൽ മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ മഴക്കാലം വളരെയധികം ആരോഗ്യത്തോടു കൂടി തന്നെ ആസ്വദിക്കാം. സ്റ്റേ സേഫ് ആൻഡ് ബി ഹെൽത്തി.